വരുമ്പോൾ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിലുള്ള തീരുമാനവും ഇന്നു തന്നെ ഉണ്ടാകും. DGPയുടെ നേതൃത്വത്തിൽ ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് കൈമാറുക. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. ADGPയെ മാറ്റുന്ന കാര്യത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. CPI നേതൃത്വവും റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സമിതിയിലും ADGPക്കെതിരെ രൂക്ഷ വിമർശനമായാണ് ഉയർന്നത്. ഇന്ന് കാത്തിരിക്കുന്നത് ഈ റിപ്പോർട്ടും അതിന്മേലുണ്ടാകുന്ന നടപടിക്കുമാണ്. VV വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ്, ഇന്നലെ പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നിരുന്നു. റിപ്പോർട്ട് എപ്പോൾ കൈമാറും? എപ്പോൾ നമുക്ക് ആ രാഷ്ട്രീയ തീരുമാനം കൂടി പ്രതീക്ഷിക്കാം? ഇത് മുഖ്യമന്ത്രി അനുവദിച്ചത് 1 മാസത്തെ സമയപരിധിയാണ്. അത് 2 ദിവസം മുൻപ് പൂർത്തിയായിരുന്നു. ഇന്ന് ഒരുപക്ഷെ റിപ്പോർട്ട് നൽകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്ന് അന്വേഷണ സംഘം യോഗം ചേർന്ന് അന്തിമ രൂപം അത് വിലയിരുത്തി അതിനുശേഷം സർക്കാരിന് കൈമാറി ഇന്ന് കൈമാറുക എന്നതാണ് പ്രതീക്ഷിക്കുന്ന. അല്ലെങ്കിൽ നീണ്ടുപോകാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം വീണ്ടും ചേരുകയാണ്. കഴിഞ്ഞ ദിവസം ചരമോപചാരം അർപ്പിച്ച് അടുത്ത ദിവസം വീണ്ടും ചേരുമ്പോൾ റിപ്പോർട്ട് അതുവരെ മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്താതിരിക്കുകയും ADGPക്കെതിരെ സ്വാഭാവികമായും സഭയിൽ കൂടുതൽ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാകും. അവിടെ CPI എടുക്കുന്ന നിലപാടും നിർണായകമാകും. ഒരുപക്ഷെ ഇന്ന് റിപ്പോർട്ട് വരികയും അത് CPI നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഉറപ്പുണ്ട്. ADGPക്കെതിരെ ഉറപ്പായും ഈ റിപ്പോർട്ടിന് ശേഷം നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നാണ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ മറ്റ് നേതാക്കളെ അറിയിച്ചത്. ഏതായിരുന്നാലും അത് വൈകുകയാണെങ്കിൽ എന്ത് നിലപാട് CPI സ്വീകരിക്കും? അതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ CPI നേതൃത്വത്തിൽ